ഞാൻ സ്റ്റിയറിങ്ങിന് എന്ത് ചെയ്യുവാന്ന് ഇപ്പോഴും എനിക്ക് പിടികിട്ടിട്ടില്ല അളിയാ. ആ വണ്ടി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഒന്നെങ്കില് കാരണം ഞാൻ മോസ്റ്റ് ഓഫ് ദ സമയം ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്, അവള് വീട്ടിലുള്ള സമയത്തെ നീ ലൈവ് ഇടത്തുള്ളൂ. ഒന്നീ അവള് കീബോർഡ് കൊണ്ട് താഴെ ഇരിക്കണം, അവൾക്കൊരു സെക്കൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നീ ഈ സ്റ്റിയറിംഗിൽ ഇരുന്ന് ആക്ഷൻ കാണിക്കും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ കാണുന്നു നെഞ്ചത്ത് സ്റ്റിയറിംഗ് ഒട്ടിച്ച് വെച്ച് വണ്ടി ഓടിക്കുന്നത്. ഗോഡ്സെ പറയില്ലേ ബ്രോ? ഹലോ, ആട്ടംകാട്ടം വന്നു, ആട്ടംകാട്ടം. നമ്മള് ചെറിയ ട്രിപ്പിലല്ലേ? ബോസൊക്കെ വീല് വിറ്റ് ഓടി കാസ്റ്റോ, നമ്മളോട് തോറ്റേ. നിങ്ങളൊക്കെ ഒരു പോകാം കമ്പനിക്കാര്. കമ്പനിക്കുണ്ട്, കമ്പനിക്കാരുണ്ട്, ഗോകുണ്ട്. സോയ് വന്നില്ലല്ലോ. കോച്ച് വീഡിയോ ഇട്ടിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്ത് കോച്ച് വീല് വിട്ടിട്ട് ട്രിപ്പിന് പോയി. നമ്മളോട് എല്ലാരും എന്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാരും നല്ല പർപ്പസുകൾക്ക് വേണ്ടിയാണ് വീല് വിറ്റത്. ഡ്രീമർ വീല് വിട്ടിട്ട് പല്ല കമ്പി ഇട്ട് പിന്നെ മറ്റേ കമ്പി അവന്റെ വർക്കിനെ ബാധിക്കുന്നു, അപ്പൊ മാറ്റിക്കളഞ്ഞു. ട്രിപ്പൊക്കെ ഇന്നലത്തെ ലൈവ് എടുത്ത് നോക്ക്, എല്ലാ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ കളിയാ, ഇത് ഞാൻ ഞാൻ നാളെ വീട്ടിൽ പോയിട്ട് മേടിക്കാൻ. അത് ഏതായിരുന്നു എൻട്രി ഇറക്കുമല്ലേ അത് കണ്ടാടാ ഞാൻ. ഈ വണ്ടി നോക്ക്, ഇത് ഞാൻ ഫുള്ളി ട്യൂൺ ചെയ്ത് ഒരു എന്താ എടാ, ഇതൊരു സിവിക് ടൈപ്പ് ആർ ആണ്. BBS-ന്റെ അലോയ്സും ഇത് നോക്കി നോക്ക്, സാധനത്തിന്റെ ട്യൂൺ എങ്ങനെയാണോ നോക്കി നോക്കേ. ഞാനേ ഇത് ഓടിക്കാൻ വേണ്ടി ഞാൻ എനിക്കാണെങ്കിൽ മറ്റേ അവനാണെങ്കിൽ എനിക്ക് ഇത് തന്നായിരുന്നു ഗ്രിപ്പ് സോക്സ്, അത് ഇടാൻ പറഞ്ഞു. അതെ, ഞാൻ ഗ്ലൗ ഒക്കെ മേടിച്ചേട്ടാ, അടുത്ത ലൈവ് പ്രൊഫഷണൽ ആയിരിക്കും. എന്റെ ഒരു ലൈവ് വരുന്നുണ്ട്, സോക്സ് എന്നൊക്കെ പറഞ്ഞു. ഇന്ന് വിചാരിക്കാണ്ടിരുന്ന ഫോഴ്സ് വന്നത്, ഇനി വിചാരിച്ചോണ്ട് ഫോഴ്സ് വരുമ്പോ ഞാൻ ഒരു സെറ്റ് രീതിയിൽ വരും. നോക്കിയോ, പ്രൊഫഷണൽ. ഞാനൊരു കാര്യം പറയാം, ഗോകു ഗ്യാസ്ട്രോക്ക് ഇപ്പൊ ഡേഞ്ചർ ആട്ടാ. ചുമ്മാ ആകെ ഒരു കളി ജയിച്ച, ഒരു കളി അറിയാണ്ട് അതൊക്കെ ബാക്കി എല്ലാ കളി സെക്കൻഡും ഇതൊക്കെയാണ്, പുറകിലൊന്നുമല്ല. ലൈവ് കഴിഞ്ഞാ പിന്നെ ഇത് തന്നെ ഗ്രൈൻഡിങ്. ഞാൻ അന്ന് കളിച്ചിട്ട് എന്താണ് കളിക്കുന്നത്? ചുമ്മാ ബ്രോ, കളിക്കാൻ ആരെങ്കിലും രസമല്ല ഇത്. എല്ലാരും ഉണ്ടെങ്കിൽ രസമാണ് കളിക്കാൻ. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കളിക്കാൻ രസമാണ്, കളിക്കാൻ ഭയങ്കര. എന്റെ ബർത്ത്ഡേ എല്ലാവരും വന്നതിന്റെ ഇതെന്താ അങ്ങോട്ട് ഇറക്കാന്നില്ല. ഹലോ ബോട്ട് ബൈ, ചാറ്റി കാണും. ബൈ ബൈ. ഇതെന്താ? ഓ ബോട്ട് മുമ്പിടാ, ബോട്ടില്ലായിരുന്നല്ലോ. ആരാ ആരാ എന്താ എന്താ? എടാ ഇനി ഒരു പോക്കാ പോ, എന്നെ വിളിക്കല്ലേ. ടീം അടിക്കല്ലേ? ആ പോയി, ഇടിച്ചപ്പോ തന്നെ പോയി. ആ പോട്ടെ, ഇടിച്ചതല്ല, കൺട്രോൾ ചെയ്താ തിരിച്ചു പോയത്. ഗോകുന്റെ ലൈവ് കാണാൻ പറ്റുന്നില്ല, അവനെ എങ്ങനെ സ്റ്റിയറിംഗ് ഓടിക്കുന്നത്. ഇതാര് ബോട്ടോ? ഉമ്മാർക്ക് എങ്ങനെയാ പോണത്? എടാ ഉമ്മാർക്കൊക്കെ വേറെ വണ്ടി കേട്ടാ. എനിക്ക് പൊക്കം കുറവാ. എടാ എന്ത് വണ്ടി ഇത്? എങ്ങനെയുണ്ട് സാധനം? പൊളി സാധനം. എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ കാസ്റ്റോ. ശംഭു റിമോട്ടും കിടത്തേ. ഇതാരാ എന്നെ പുറകെ വന്ന് അടിക്കുന്നത്? ബോട്ടാണോ? ഹലോ, കൂട്ടിയിട്. എടാ 4 ഗിയറേ ഉള്ളൂ അതിനന്ന്. 4 ഗിയറുള്ളത് നീ എവിടെ ട്യൂൺ ചെയ്തത്? നീ പിന്നെ 5 ഗിയറോ ഒരു മയിൽപ്പീലിയും കുത്തിത്തരാം. ആരാ
ആ താങ്ക് യു ഒന്നുകൂടെ കുറച്ചുകൂടെ ആ വളവ് കണ്ടില്ലായിരുന്നു. അണ്ണം പുറണ്ടില്ല ആരാ പറയുക എന്താടാ അണ്ണ ഫ്രണ്ടിലേ പറ്റൂലേ? ഇപ്പം ബാക്കിലായിക്കോളൂ നിന്റെ നാക്ക്. ആരാടാ ഇപ്പൊ മഴ പെയ്ച്ചത്? ഞാൻ ഒത്തിരി ഫ്രണ്ടിലായോണ്ട് കളി എന്റെ വെളുപ്പിൽ പുള്ളിയുടെ അടുത്ത് വരെ എത്തൂല. നിന്റെ ഞാൻ തോന്നും. തുടങ്ങല്ലോടാ നീ. എന്റെ വണ്ടി വള്ളിട്ട് അത് മറ്റേ ഇല്ല മിസ്സായില്ല ആയിട്ടില്ല. അപ്പൊ നീ പുറകിലുണ്ടല്ലേ? അളി ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഗ്യാപ്പ് എടുത്ത സമയത്ത് ഈ ബോട്ടുകളും കളി പഠിച്ച് ആണോ? ഹലോ ഈഗിള് പൂളി കേട്ട ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല. അവനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി വന്നത്. ഓ ഞാൻ കാര്യം പോയി. ഹലോ എന്താണ് പറകെ ബോട്ട് ഇടിക്കുന്നടാ. ആദ്യം മോദിച്ച് നിങ്ങൾക്ക് ഒപ്പമല്ലേ ഇവിടെ ഉണ്ടല്ലേ? നിന്റെ അച്ഛനെ ഒരു കൊച്ച് അച്ഛനൊരു കൊച്ചാ. ഹലോ ഹലോ അടുത്ത ഹെയർപിൻ ഇങ്ങോട്ടാ ഹലോ വഴിയാറ് പോയി. ഹലോ ഓടാ ബോട്ട് വെട്ടി. അയ്യോ എല്ലാം നിങ്ങളിവിടെ തല്ലുകൂടി കഴിഞ്ഞില്ല. നിങ്ങളിവിടെ ഞാൻ ബാക്ക് ഇവിടെ എത്തി. എന്നിട്ട് നിങ്ങളെ തല്ലുകൂടി കഴിഞ്ഞു. നിങ്ങൾ എന്റെ ഒറ്റയ്ക്ക് അങ്ങനെ പോയല്ലേ? നീ എന്നെ തള്ളിയിട്ട അവിടുന്ന് പോയത്. എന്റെ കുട്ടി എന്റെ കുട്ടി അടിയില്ലേ കാസ്ട്രോ ഒരു തൽപര കക്ഷിയായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പോയി. എന്റെ തേമ്പി എന്റെ കുട്ടി തേമ്പി ഭീമ പറഞ്ഞല്ലേ നീ കാട് വൈബാ ഫുള്ള്. ഹലോ കാട് വൈബോ? ആ ഇനി കാടാ. ഈഗിളിന് നല്ല വർഷം ഉണ്ടായിരിക്കും ഓഫ് റോഡൊക്കെ ചെയ്തിട്ട്. ഈ വഴിയില് എരിമേലി വഴി അവൻ പേട്ട തുള്ളി അങ്ങ് പോവും. ചേട്ടാ കുറച്ച് സസ്പെൻസുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ എൻജോയ് ചെയ്ത് കളിക്കും. ഇവൻ ഈ മാപ്പ് കളിച്ചിട്ടുള്ള നേരത്തെ. ഇല്ലില്ല അമ്മ ഞാൻ ആദ്യമായിട്ട് കളിക്കണേ. ഞാൻ എന്നെ കൊണ്ടുപോയേ. വളവില് കല്ലുണ്ട്, റിവേഴ്സ് ഒക്കെ വീണ്. അമ്മേ
എടാ എന്റെ ഫ്രണ്ടിൽ ആരാന്നറിയോ, വാബെന്ന് പറയുന്ന ഒരു ബോട്ട്. എടാ Just miss. പൊന്നേ, നിനക്ക് നിന്റെ സാമാനം. എടാ എന്റെ ഫ്രണ്ടിൽ പോണ ബോട്ട് എന്ത് പൂക്കട പോണ. എടാ നിന്റെ തല്ലോട് തല്ലോട് ഡീമോ തല്ലോട് തല്ലോട്. എടാ നിനക്ക് എന്നെ ഒരുമിച്ച് പറ്റുള്ളൂ. നിനക്ക് എവിടെ പോയാലും ഇവൻ ഇപ്പൊ വരും എന്നെ. അയ്യോ എടാ 28% നോബു നോടെ നോബു നോടെ. എടാ പിഴച്ചട. താങ്കടാ. വെള്ളം എന്ത് പോക്കാ പോണേ. ആടി 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 എവിടെ എവിടെ ആടെ നിൽക്കടാ പിഴച്ച ബോട്ടിലാന്ന് പൊക്കോട്ടെ. ഇവരെല്ലാം ബോട്ടിനെ തോപ്പിച്ച് വണ്ടി ഇത് ഏത് വണ്ടി ഇത് വണ്ടിയുടെ കാര്യം. വണ്ടി സെറ്റ് കേട്ടാ. വണ്ടി ഓഫ് റോഡ് മാത്രമേ ഇതുള്ളൂ. വെറും തോന്നലേ കാസ്ട്രോ. സ്റ്റിയറിംഗ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ നൈസ് കേട്ടോ. അല്ല റൂട്ടിൽ കൂടെ എനിക്ക് വലിയ കുഴപ്പമില്ല. ഓഫ് റോഡാണ് പിഴച്ച വണ്ടി. പക്ഷെ എനിക്ക് ഓഫ് റോഡാ കുറച്ച് ഇതായിട്ട് തോന്നിയ നല്ലതായിട്ട്. കാസർഗോഡിനെ മാത്രമൊക്കെ പഠിച്ച നമ്മളെ കാറൊന്നും പഠിച്ചിട്ടില്ലേ. നീ വണ്ടി ഓടിക്കുന്ന നീയെ പിഴച്ചതാ പിന്നെ വണ്ടി. ഓ കാസർഗോഡ് അങ്ങനെ പറയണ്ടേ. ഓ തൊട്ട് ബാക്കിലുണ്ട്. ഞാൻ ഗോട്ടിന്റെ മട്ടൻ ഇന്ത്യൻ മട്ടൻ. ഗോട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ കേറി വരും കേട്ടാ. ഈ പോയ തിരിച്ച് ഈകളവിടെ കുഞ്ഞിക്കുന്നു. ഏറ്റവും താഴെ ബോട്ടിന്റെ കൂടെ മക്കി വന്നാലും വായ്ത്താളത്തിൽ. ഹലോ ഗൈസ്, ആ ഇറ്റാച്ചി ബ്രോ നിങ്ങളെന്താ ചെയ്യണേ? ഇറ്റാച്ചി വാ, ഇറ്റാച്ചി, ഇറ്റാച്ചി വാ, ഇറ്റാച്ചി. Race ആണോ? കമ്പനിക്ക് ആളില്ല. പിന്നല്ലാതെ ഓ കാസ്ട്രോ അങ്ങനെയായില്ലേ. ശരി ശരി ശരി, ഞാൻ ദേ വരുന്നു. ഇതിന്റെ കോൺ കൊള്ളട്ടെ ഈ വണ്ടി. വെയിറ്റ് ചെയ്യാൻ നീ ആരെന്നെ പെണ്ണുപിള്ള പടാ. കാസ്ട്രോ എന്നെ വിചാരിച്ചിരിക്കുന്നത് ഞാൻ തോറ്റ് പിന്നെ പാടും എന്നാണല്ലേ. ഒരു കിടില മിസ്റ്റേക്ക് പറ്റിയിട്ട് ആരും വന്നില്ലല്ലോ കൂടെ. നമ്മളോട് മിസ്റ്റേക്ക് പിന്നെ ഭീമാ ഓൾ ദ ബെസ്റ്റ്. ഈ പോക്കിന് തിരിച്ചു പോക്കില്ല. വാറ്റണ്ണ ഈ സ്റ്റിയറിംഗ് എപ്പോഴും ഓൺ ആക്കുമ്പോ സോഫ്റ്റ്വെയർ ഓൺ ആക്കി ഇടണം. ഗോഗു ബാക്കില്. ഓ ഓ ഒന്നാം സ്ഥാനത്ത് നിന്ന് ഞാൻ എവിടെ ബോട്ടിന്റെ കാര്യം. നമ്മൾ ഒന്നത്താണെങ്കിൽ ഒരു ബോട്ടിന് തിരിച്ചു കൊടുക്കൂല. ആദ്യം ആ താഴെയുള്ള ബോട്ടിന് ഫ്രണ്ടിൽ കയറളേ, എന്നിട്ട് പറയാ അതൊക്കെ ആ ഡയലോഗ് കൂടിയൊക്കെ. ഞാൻ എന്റെ പോയ ഒന്നാം സ്ഥാനം ഇപ്പൊ തിരിച്ചു പിടിക്കും. നീ അവിടെ എപ്പോഴും കരഞ്ഞുകൊണ്ട് ഏറ്റവും താഴത്തെ ബോട്ടിന്റെ അവിടെ ഇരിക്കും. എന്റെ താഴെ പോകൂ. പൈസക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
ഗോകു ഇത് കട്ടിലേക്ക് കയറി ഗോകു. ആവശ്യമുണ്ട് പൈസ ആവശ്യമുണ്ട്. ഗോളി കളിയാ. വീണ്ടും തോൽപ്പിച്ച് കളഞ്ഞല്ലോടാ എന്നെ. ഫസ്റ്റ് തൊട്ട് ഫ്രണ്ട് കയറും തോട്ടി കൊണ്ടേ കാണാം. ഈശ്വരാ ഇപ്പൊ വീഴും ഞാൻ. അമ്മോ കത്തില്ല രക്ഷപ്പെട്ടു. ഞാൻ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യല്ല, സ്പീക്കറിന് മ്യൂട്ട് ചെയ്ത് വെച്ചാൽ ടൈഗൺ ഉണ്ടോ ഇതിൽ ടൈഗണൊന്നുമില്ല ഗൈസ്. ഇത് കട്ടില്ല. എടാ ഈ ഫ്രണ്ടിൽ പോണവനെ ഒരിക്കലും പിടിക്കാൻ പറ്റില്ലടാ അവനെ. എന്തായാലും ഈഗിളിനെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ബോട്ടെങ്കിൽ ബോട്ട് ഒന്നേ ബോട്ടിനെ പിടിക്കാം. എങ്ങനെയാണോ അതൊക്കെ ഏതല്ലേ? ഇത് എങ്ങനെയാടാ ഇത്? പോയി കൈന്ന് വലിയ മിസ്റ്റേക്ക്. ഹലോ ബോസ്. എടാ എന്നിട്ടും ആരും വന്നില്ല ഇവന്മാര്. അവരതിന് വലിയ ബോട്ട് ചേട്ടാ. ഗോകുവിന്റെ വില ഒറ്റയടിക്ക് ഡിയോലെന്ന്. ഇല്ല ഇത് എന്നാലും ഗോകുവിനെ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചല്ലോ കേട്ടോ. ഞാൻ വെച്ചാൽ ഈഗിളിന്റെ ലെവല് വിചാരിച്ച്. കാസ്ട്രോ, അച്ഛനോട് ലൈവ് ഇടാൻ പറയോ? അല്ല മൂപ്പര് ലൈവ് കണ്ടിട്ട് അങ്ങനെ കമ്പയർ പോലും ചെയ്യാൻ പറ്റുമോ? അല്ല കാസ്ട്രോ ഓടിക്കാറേ ഇല്ലെന്ന് മനസ്സിലായി കേട്ടോ. ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാറേ ഇല്ലെന്ന് മനസ്സിലായി. ലൈവ് ഇടാൻ പറയില്ല. മനസ്സിലായി. വാസണ്ണനോട് ലൈവ് ഇടാനൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. ഇന്ന് ഞാനില്ലടാ, ഞാൻ വണ്ടർലേ പോയി ചത്ത് തൊലഞ്ഞിരിക്കണോടാ. ലൈറ്റ് ഒന്നും ഇട്ട് ഇരിക്കാൻ വയ്യ, തലവേദന എടുക്കുന്നു. ഞാൻ പിന്നെ ഉറക്കം ഇന്ന് നേരത്തെ റേസ് കഴിഞ്ഞാ? ഹലോ ഇല്ല 52%. എന്റെ ലൈവ് എടുത്ത് നോക്കടാ. ലൈവാണ്. ഞാൻ വേണേ വണ്ടി ഒതുക്കിയിട്ട് ലൈവ് ഇട്ടേരാ. ഇവരെല്ലാം എന്റെ ഒരുപാട് പുറകില. എന്നാ ഒന്നൊതുക്ക്. ഞാൻ ഒതുക്കിയിട്ടേക്ക് ഇപ്പൊ ചേട്ടാ. മാപ്പ് നോക്ക്, മിനി മാപ്പ്. ഗോകുവിനെ കാണല്ലോ. കാസ്ട്രോ, ഗോകു നീ ഇങ്ങനെയല്ലേ പ്രതീക്ഷ. ഞാൻ ഗോകു ബാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്ത് പറപ്പിച്ച് ഫസ്റ്റിലോട്ടൊരു വിഷയം പോക്കുണ്ടാവും. കാസ്ട്രോ ഇത്തരം പറയാറില്ലേ? ഓവർടേക്ക് ഒക്കെ ചെയ്തു ഗോകു. 3 ബോട്ടിനെ ഓവർടേക്ക് ചെയ്തു. നിങ്ങളാരും അതൊക്കെ പണ്ടത്തെ കേസോ. ഇപ്പൊ സത്യം പോലെ പറയും. ഡീമണ് അവൻ ഇത്ര ഹൈപ്പ് ഇടാറില്ല. അവൻ നൈസായിട്ട് പോയി കയറത്തേ ഉള്ളൂ. ഫസ്റ്റ് സെക്കൻഡ് എന്താന്ന് വെച്ചാ എവിടെ കൊണ്ടാടിയില്ല. കാസ്ട്രോ ലൈവ് അല്ലാത്ത സമയത്ത് ഓഫ്ലൈനിൽ വീശി കാസ്ട്രോ കുറച്ച് സാധനം ഇത് സെറ്റ് ചെയ്ത് തരാം. ഓക്കെ ആ സാധനം എന്താ എനിക്ക് സെറ്റ് ചെയ്യാത്ത? അല്ലടാ, ലോഗിടെക്കിന്റെ വേറെ ആളെയാ. എന്നാ പിന്നെ ഞാനും വരാൻ കേട്ടോ. ഓ സെറ്റ് വാ. ഡീമനോടെ ഡീമിന് പോക്ക് പോയോ? ഡീമിന് കണ്ടിരുന്ന വഴി. അല്ല ഡീമോ ബാക്കിലാണോ? ഡീമോ ബാക്കിലില്ല. ചെക്ക് പോയിന്റ് മിസ്റ്റേക്ക് ആണ്. ഞാൻ ഫ്രണ്ടിൽ നോക്കുന്നത് എവിടെ പോയി ഓടിച്ചിട്ടുണ്ട് കാണാനല്ലോ.
ടീമിന് മിണ്ടില്ല. മാറ്റണ ഇങ്ങനെ ഡ്രിഫ്റ്റ് ആകുമ്പോ തിരിച്ചത് റീബൗണ്ട് ആവണോ എങ്ങനെയാണ്? ഓട്ടോമാറ്റിക് റീബൗണ്ട് ആവുക? അമ്പടാ, ഞാൻ കിടന്ന് നടക്ക് കണ്ടില്ലേ നിനക്ക്? ശരീരത്തെ കശാഞ്ചാൻ പോയിട്ട്. ഇത് ചോദ്യം നീ. പക്ഷെ ഇത്രയും ചെറുതായിട്ട് വളയ്ക്കുമ്പോ തന്നെ വണ്ടി സ്ട്രൈറ്റ് ആവുന്നു. സെൻസിറ്റിവിറ്റി കുറച്ചിട്ടേക്കോടാ. ഞാനും അങ്ങനെ കളിക്കുന്നത്. നീ എന്റെ സ്റ്റിയറിംഗ് കളിച്ചില്ലേ? ആ ഞാനും അങ്ങനെ ഇതാ കളിക്കുന്നത്. എനിക്കും അതാ ഇഷ്ടം. എന്റെ ഞാൻ 420 ഇട്ടേക്കുന്നു മറ്റേ ലോജിറ്റൊക്കെ. മാറ്റണന്റെ സെൻസിറ്റിവിറ്റി ഞാൻ 360 ആക്കിയെന്ന് തോന്നുന്നു. അതിന്റെ സെൻസ് ചെയ്തും വ്യത്യാസമുണ്ട് കാസ്ട്രോ. ആണോ? ഈ അത് റിയൽ സിമിൽ, അത് ഡയറക്റ്റ് ഇതല്ല, വീലല്ലല്ലോ. അത് ടെക്നോളജി അല്ലേ, ഇത് മറ്റേ കറക്റ്റ് മോട്ടറാ നിങ്ങളല്ലേ? ഇത് കറക്റ്റ് മോട്ടറാണ്. നിങ്ങളുടെ ടെക്നോളജി മറ്റേ ഇത് കറക്റ്റ് മോട്ടറാണ്. ഫീഡ്ബാക്ക് കിട്ടും. അത് രണ്ടാ. അപ്പൊ ഇത് ട്രൂ ഫോഴ്സോ അങ്ങനെ എന്തോ ഒരു സംഭവം. ആ സാധനം കുറച്ച് കിട്ടണ കുറച്ചുകൂടെ നമുക്ക് ഇടയ്ക്ക് കട്ട് ഓഫ് വരും. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ 900 കളിക്കുന്ന ആള്. ആൻഡ്രേക്കാ, റീബൗണ്ട് ആയി വരുന്നത് വാറ്റണ്ണന് നൈസായിട്ട് തിരിച്ച് കൺട്രോൾ സ്ട്രൈറ്റ് ആവുന്നുണ്ട്. ഞാൻ എത്ര തിരിച്ചാലും സ്റ്റിയറിംഗ് കുറെ തിരിക്കണം. അയച്ചാച്ച് എത്ര ഡിഗ്രി ഇട്ടാണ് അയച്ചാച്ച്? നീ സ്റ്റിയറിംഗിന്റെ മാത്രം പറയല്ലോ, എന്റെ കഴിവും കൂടെ പറയടാ. അത് നമ്മ എല്ലാം ഒരേ കഴിവ് തന്നെ. അതെ, കഴിവേറിയാണ്. കീടിലെ ഡ്രൈവർ അല്ലേ വാറ്റണ്ണ? ഞാനൊന്ന് കുഴിയെ പോയാ മറ്റൊന്ന് മൊറോക്കയിൽ നിന്ന് വന്നിട്ടില്ല. വാറ്റണ്ണല്ലേ ഡ്രൈവറെ മൊറോക്കോയിൽ ഇട്ടിട്ട് വന്നേക്കുവാ. ഇല്ലാതെ ഗോവരുത്. ഹലോ, ഞാൻ അപ്പുറത്ത് പോയേ. അയ്യോ എവിടെ നീ അവിടെ നിന്ന് പറഞ്ഞ എനിക്ക് സംഭവിച്ചല്ലോ. ഞാനും പോയി കണ്ടെത്തി കുറെ മരം ഇടിച്ചു കിടക്കുന്നത്. ഇതാ വാസുവിനോട് എനിക്കൊരു ഹായ് തരാൻ പറയാമോ? വാസുവിന് ഹായ് കൊടുക്കുമോ? വാസവണന്റെ ഫാൻസ് ഗോകുന്റെ ചാറ്റിലുണ്ട്. ഇടയ്ക്കൊന്ന് ചാറ്റൊക്കെ വായിക്കാം കേട്ടോ. മിണ്ടുന്നില്ലടാ. താല്പര്യമൊന്ന്. എടാ ഈഗിള് മിണ്ടുന്നില്ലെന്ന്. ഈഗിളിന്റെ അടുത്താ പറഞ്ഞേ. ഞാൻ ചാറ്റ് വായിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല. അതെ, കണ്ടവന്റെ ചാറ്റ് വായിക്കേണ്ട കാര്യം ഇരിക്കില്ലടാ. അത് മറ്റേ സാധനം ഉണ്ടല്ലേ, മറ്റേ ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലേ വാറ്റണ്ണന്റെ. ഓ പിന്നല്ലോ, അത് കൊള്ളാലോ സാധനം. അത് വിഷയം. അത് ഹാൻഡ് ബ്രേക്ക് മേടിച്ചു വെച്ചാൽ മാത്രം പോരെ ചെയ്ത് വെച്ച് പാടാ. നീ എന്റെ അടുത്ത് കയറിയിരിക്കുന്നതല്ലോ അളിയത്. എടാ ഞാൻ നിന്നെ ഫേവറബിൾ ആക്കി പറഞ്ഞതാണാ. നീ അത്ര നന്നായിട്ട് ഓടിക്കുന്നത്. ഈഗിൾ ഇവിടെ എവിടെ ഉണ്ട് കേട്ടോ. നീ ഈഗിൾ ഇവിടെ എവിടെ ഉണ്ട്. നീയൊക്കെ ഗുണം പിടിക്കാതെ ഇതുകൊണ്ടാണ് അളിയാ. നീ ബാക്കിൽ കിടന്ന് ബോട്ടുകളുടെ കൂടെ ഇരുന്ന് പുഴുക്കുന്നത് ഇതുകൊണ്ടാ. കണ്ടി ഓ ദിയാരി എന്റെ പെണ്ണുള്ള വാ. ചക്കര വാ. ഈ ബോട്ടൊക്കെ ഓട്ടിക്കുന്നത് വിഷമം വരുന്നേട്ടാ. വാറ്റണ്ണ, ഈ ഹാൻഡ് ബ്രേക്കിന്റെ അതിന്റെ മെക്കാനിസം എങ്ങനെയാണ്? ജസ്റ്റ് പിടിക്കുമ്പോ മാത്രമേ ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റ് ഉള്ളൂ. റിലീസ് ചെയ്യുമ്പോൾ അത് തന്നെ അല്ല, ഓടും. വലിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കും ദൈവമേ നേരെ പോണേ. നേരെ പോട്ടെ. അതാണ് എന്റെ ടെക്നിക്ക്. ഇടത്തോട്ട് തിരിയാൻ വണ്ടിയത്. ഓ നല്ലതിനല്ല. ഓ വരരുത്. കാസ്ട്രോ, കാസ്ട്രോ. ഞാൻ ചെക്ക് പോയിന്റ് മിസ്സാണ്. ശരിക്കും ഒരു ഇടിച്ചു കയറി പോയതാ. ഇടിച്ചിട്ട് പോയ ചെക്ക് പോയിന്റ് മിസ്. ഞാൻ ഒന്നാമത് നിന്ന് ഞാൻ മൂന്നാമതാണ്. രണ്ടാമതാ. മൂന്നാമത് ഞാനാ. അല്ലല്ല വാറ്റണ്ണ പോയി. എന്റെ വാറ്റണ്ണ പോയി. ഞാൻ മൂന്നാമതായി. എടാ ബ്രൗണി കേറിപ്പോയി. അത് കർമ്മയായിരുന്നു കേട്ടോ വാറ്റണ്ണ. പക്ഷെ എനിക്ക് ഓഫ് റോഡ് പറ്റില്ലായിരിക്കും. റോഡാണ് പിന്നെ ഒക്കെ. എടാ ബ്രൗണി കേറിപ്പോയി. രണ്ടാമത് ചെക്ക് പോസ്റ്റ് മിസ്. ഓഫ് റോഡ് ഇഷ്ടല്ല. ബ്രൗണി തേച്ചെന്നെ. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഫ്രീ ലൈറ്റ് ഒക്കെ അടിച്ച്
മൊത്തത്തിൽ കഴിഞ്ഞു മാറ്റേണ്ട തീർന്നു. അതെ ഈ ബോട്ടുകൾ നമ്മുടെ കൂടെ ഓടിക്കുന്നവന്മാർ എന്ത് സീനാണ്. റൗണി എന്നെ തേച്ചിട്ട് പോയി. പിന്നെ മഴ തേഞ്ഞ് ആ ഇടിച്ചിട്ട് പോയുള്ള ശാപം. മൊത്തത്തിൽ പോയി. അത് ശാപമായിരുന്നു, കർമ്മ കർമ്മ. ടീമാ, ടീമാ. റോഡ് സമാധാനം. ആ സമാധാനം കുറച്ചു നേരം ഉള്ളു ഗ്യാസ്. കൊന്നന്റെ റോഡല്ലേ ഓഫ് റോഡ് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് കൺഫ്യൂഷൻ ആക്കാൻ. ഈ മറ്റേതൊക്കെ ഓൺലൈൻ പ്ലേസാ ബോട്ടാണോ? ബോട്ടാ. അത് കുറച്ചേ നിൽക്കും, അവര് കുറച്ചേ നിൽക്കും, അവര് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും ഓരോ സ്ഥലത്തും. എന്തൊരു ഷോർട്ട് കട്ട് വീണ്ടും ഇടിക്കാൻ വേണ്ടി നോക്കി കേട്ടാ, നടന്നില്ല നടന്നില്ല. അല്ല, ഞാൻ ലെഫ്റ്റാന്ന് വിചാരിച്ചത്. എങ്ങനെയൊക്കെ ഇടിച്ചിടാൻ പറ്റും അതാണ് നോക്കണല്ലേ. സത്യം സത്യം. അതങ്ങനത്തെ ഒന്നും അറിയാം. എന്നെ ഇടിച്ചിട്ട് റെഡി പോയിട്ട് നേരെ പൊക്കേ ചാടി. പക്ഷേ ഇതില് ഫോർസൈല് കളിക്കുന്ന എല്ലാരും അങ്ങനെ തന്നെയാണല്ലോ കളിക്കുന്നത്, ഇടിച്ചിട്ട് കേറിപ്പോവാനേ നോക്കാം. എടാ എല്ലാ റേസിലും അങ്ങനെയാണ് കളിക്കുന്നത്. ഒപ്പോണൻസ് തട്ടിയിടുക എന്നുള്ളത് ഗെയിം സ്ട്രാറ്റജി ആണോടാ, വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് എന്താ വേറെ ചെയ്യാൻ പറ്റുന്നത്? എല്ലാരും പഠിച്ച് ഈ തട്ടിട്ടാലൊക്കെ പറ്റുള്ളൂ. താങ്ക് യു. അത് എന്തിനിപ്പോ നോക്ക് ഏതാ നോക്ക് ഡ്രിഫ്റ്റ് ഹാൻഡ് ബ്രേക്കിന്റെ ആണോ? പക്ഷെ വാറ്റിന് ഇടയ്ക്ക് ഹാൻഡ് ബ്രേക്ക് ആവാണ്ട് തന്നെ ഡിഫ്റ്റ് ആവുന്നുണ്ടല്ലോ. അതാവും അതാ വണ്ടിയുടെ പിഴച്ച വണ്ടി. വണ്ടി നൈസ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാല് പോയി, എന്റെ കയ്യിൽ നിന്ന് വണ്ടി പോയി. റോഡ് പക്ഷെ നീ അന്ന് സ്പെക്കിൽ ഇരുന്നപ്പോ ഇതല്ലോടാ പറഞ്ഞിട്ടാജി. അല്ലെണ്ണ അത് ഈ സെൻസിറ്റിവിറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഇത് പറഞ്ഞാൽ ഞാൻ ഡ്രിഫ്റ്റ് അടിച്ച് പൊളിക്കില്ലെണ്ണ. സെൻസിറ്റിവിറ്റിയുടെ അല്ലടാ, അത് നിനക്കത് സ്യൂട്ട് ആവുമെന്ന് നോക്കണം. ചിലർക്ക് ആ മസിൽ മെമ്മറി വരുമല്ലോ എടാ, ആഞ്ഞ് സ്റ്റിയറിംഗ് തിരിക്കും. ഞാൻ ഇത് തുടക്കം തൊട്ടേ ഇങ്ങനെയാ പഠിച്ചത്. അത് ശരിയാ, കറക്റ്റ് സെൻസിറ്റിവിറ്റി മാറ്റിയിട്ട് കാര്യമില്ല, നമ്മുടെ ആ ഒരു സെറ്റിലിങ്ങിന് കിട്ടണം. പോട്ടെ നിന്റെ അച്ഛൻ പെറ്റ്. ബോട്ടിന് അച്ഛനൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ടല്ലേ ഇവന്മാർ ഇത്രയും പെറ്റ് വരികയത്. ശരി, എല്ലാ ഗെയിമിലും ഇല്ലേ. കാട്ടിക്കൂടെ പോണേ. എടാ ഇതിൽ ഒന്നാമത് നിൽക്കുന്ന ഈ വാബ് എന്ന് പറയുന്ന ബോട്ടിനെ തോൽപ്പിക്കാൻ പറ്റുമോ? അത് ഡെവലപ്പർ ഇരുന്ന് കളിക്കുവോ ഗെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവൻ ബോട്ടൊന്നും അല്ല, അവനെ തോൽപ്പിക്കാൻ ഒരിക്കലും പറ്റൂല. എനിക്ക് 2 ചെക്ക് പോയിന്റ് മിസ്സാടാ. ഇനി ഈഗിളിനെ തൊടാൻ പറ്റൂല. അല്ലെങ്കിൽ എന്നെ തൊടാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ ശ്രമിക്കാറുണ്ട്, എന്നാലും ഇനി ശ്രമിക്കാൻ പോലും പറ്റൂല. പക്ഷെ ഈ ഫോർസയിലെ കിടിലം ബോട്ട് മറ്റേ ഇവനല്ലേ, ബോവി നൈഫ് അല്ലേ? അതൊക്കെ ബ്രൗണി നൈഫ്. പക്ഷെ അവനെ തോപ്പിച്ച് 2 പ്രാവശ്യം ഞാൻ. പക്ഷെ അവനെ ഇടിച്ചിട്ട് കയറിപ്പോയി പൊടി പട്ടി. ഇല്ല, അവന്റെ എക്സ്ട്രീം പവർ മറ്റേ അൺഡിഫീറ്റബിൾ ബോട്ടിനകത്താ. അവന് വേറെ കുറെ ഉണ്ട്, ആവറേജ് ലിസ്റ്റായിട്ട് ഇങ്ങനെ കുറെ ബോട്ടുകളുണ്ട്. അത് അതിനകത്തൊരു പേര് ഫെമിലിയർ ആയത് അവന്റെ കുറെ ബ്രൗണി നൈഫ്. ഇല്ല നോക്കണ്ട. അതിന്റെ റേസ് തീരാറായല്ലേ, ഞാൻ ലോബിയിലുണ്ടാവും. എന്നെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം ഡീമാ റേസ് കഴിഞ്ഞിട്ട്. പുച്ഛിക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാർക്കൊക്കെ തരും ഞാൻ. ഒന്നും തരാൻ പോണില്ല. ധൈര്യമായിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഒന്നും ചെയ്യാൻ പോണില്ല. ഇത് ഒന്നും പറയാതിരിക്കാനുള്ള ഭീഷണിയാ. പറ്റുന്നില്ലടാ, അങ്ങനെ കേറാൻ പറ്റുന്നില്ലടാ.
എന്താ ജസ്റ്റ് ഒന്ന് വണ്ടി നേരാക്കി നോക്കട്ടെ. ഇല്ല ഇവന് Traction control ആണ്. പറ്റൂല കളിയാ. ബ്രൗണി നൈഫ് പുറകെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ഇപ്പോൾ ഒരു സൈഡിലേക്ക് ചുമ്മാ കിടന്ന് തിരിയുന്നത്. ഞാൻ നോക്കട്ടാ ബ്രൗണി നൈഫ്. പോയല്ലേ വാറ്റണ്ണന്റെ ABS കേശവൻ വെട്ട്. കൺട്രോൾ എല്ലാം ഓണാണല്ലോ വാറ്റണ്ണന്റെ. ഞാൻ നോക്കണ്ട. ഹായ് അൽഫ്രഡ്. ഹായ്. എന്താ ബോട്ട് DNF ആയോ എന്ന് ചോദിക്കണേ, പോയിന്റ്സ് കൊടുക്കാനാണ്. ഓക്കെ അതാ പോയി. ചാറ്റിൽ പ്രഡിക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ ഈഗിള് ഫിനിഷ് ചെയ്ത് കാണണമല്ലോ. ഇല്ല ചേട്ടാ. എത്ര വയസ്സുണ്ടേ? കേശവ കണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ ഗോട്ടിന് ഞാനൊരു കമ്പാക്ക് കൊടുക്കുവാണേ. നിങ്ങളുടെയൊക്കെ ഒരു ഗോട്ടിന് ഞാനൊരു DNF ഇട്ടൊരു കമ്പാക്ക് കൊടുക്കുകയാണ്. വെൽക്കം ബാക്ക് ടു ദ ലോബി ബ്രദർ. വെൽക്കം ബാക്ക്. ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. നിങ്ങളുടെ ഗോട്ട് 90 ആയതുള്ളൂ ഇപ്പോഴും. വാലറിന്റെ പുതിയ ആക്ട് വന്നാണ് ഇമ്മോർട്ടൽ മെഷീനില്. വെയിറ്റ് വെയിറ്റ് എനിക്ക് ഞട്ടും ബോൾട്ടൊക്കെ ഊരി പോയി. നൈസ് ഡ്രൈവിംഗ് ബ്രോ. സൂപ്പർ. ഞാൻ നല്ല ഡ്രൈവിംഗ് ചെയ്തു. ശിവനെ ഇതേതാ? ഒരു മിനിറ്റ് എനിക്ക് ചൂടെടുക്കണം. അയ്യോ ജനലൊക്കെ പിന്നെ 97 പുതിയ മാപ്പൊക്കെ വന്നല്ലോ ഒന്ന്. പുതിയ മാപ്പൊക്കെ വന്നു. DNF ആയ ഗോട്ടിനെ പേടിക്കണം. അതെന്താ? ഒരു മിനിറ്റ് ഞാനൊന്ന് ഫേസ് ക്യാമിൽ എന്റെ പേടി കാണിച്ചു തരായിരുന്നു. പേടിച്ച പോലെ അഭിനയിച്ചാ മതിയോ? മതിയോ? ഇനി ആരാ ഇൻവൈറ്റ് ചെയ്യണ്ട? ഇറ്റാജി എന്റെ ഫ്രണ്ട് അല്ലല്ലോ. ഡീമൺ ഇൻവൈറ്റ് ചെയ്യാൻ തന്നെ. ഡീമൻ ഇൻവൈറ്റ് ചെയ്യടാ. ഓയൊക്കെ രാവിലെ വെളുപ്പിന് 3:30 മണിക്കൊക്കെ ഗ്രൈൻഡിങ്ങാ. അത് ആഷ് വരുന്നു. ആഷ് ഇവിടെ ഓയ് വിഷയം കളിയായിരിക്കും. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് ഗോഗു ഉണ്ട് ഇവിടെ. ഈകളെ ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ. ഞാൻ FK ആയിരുന്നു. ഇല്ല ആ ഗോഗു അളിയാ. എത്തി അളിയാ ഞാൻ ഒരു കാര്യം പറയട്ടെ അളിയാ. ആ അളിയാ ഞാൻ വേണമെങ്കിൽ ഒരു കളി തോറ്റു തരാം. അതെന്താ അളിയാ, അറിയോ അളിയാ? ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. കാരണം ഇനി എന്നെ തോപ്പിക്കണമെങ്കിൽ ബോസെണ്ണം വരുമെന്നാ പറയണേ. എനിക്ക് എന്തായാലും ആ കണ്ടിയുടെ അത് എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല അളിയാ. അവനൊക്കെ ബെറ്റർ നീയാണെന്ന് ഞാൻ എന്തായാലും പറയാം അളിയാ. അതെനിക്ക് പറ്റൂല. ഞാൻ വേണേ ഒരു കണ്ണ് കെട്ടി ഓടിക്കും ഒരു കളി. നീ കളിക്ക്. ഞാൻ ഫുൾ സെറ്റാ. അടുത്ത കളികളെ തോക്കണേ കണ്ടിട്ട് ഓടിച്ചായിരുന്നു. ഇല്ല ഇപ്പം ഈഗിൾ ഒന്നല്ലേ? അതെ 1. ഐഫൈ കൊണ്ടിട്ടാ. ഈകളൊരു റോഡ് റേസ് ഓഫ് റോഡ് പറ്റി. ഗ്യാസ്ട്രോ ഇത് റോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഇടുന്നുണ്ട്. 0 Deben Zoe
എൻ്റർ അയ്യോ അയ്യോ എൻട്രി അടിക്കാൻ പറ്റിയില്ല. അടിക്കാൻ പറ്റില്ല. പോയി അത് പോയി വന്നോട്ടെ പോയി. അതപ്പോ തന്നെ പോയി. ബോട്ടിലിട്ടുണ്ടോ? വന്നാ നീ ആ ബോട്ടിനെ ഇട്ടുണ്ടോ വെയിറ്റ് ഒന്നുകൂടെ. തല ഒന്ന് താത്തിട്ട് പൊക്കിയപ്പോഴത്തേക്ക് സാധനം പോയി. ആ ഇനി ബോട്ട് വേണ്ടല്ലോ, ഓൾറെഡി ഗോഗു വന്നില്ലേ. ഗെയിംസ് കൊണ്ട് വർഷം ഓപ്പൺ ചെയ്തേ എൻ്റർ ഡോർ ഓപ്പൺ ആക്കി ബോസ് അതിന് ബോസ് ഒന്നും വന്നില്ലല്ലോ. മേ ബി അത് ഈ വണ്ടിയുടെ സൗണ്ട് അങ്ങനെ ആയിരിക്കും. താങ്കോ പൊളിക്ക്. ഞാൻ റിമെമ്പർ ഹൂ യു ആർ എന്ന് അതൊക്കെ അവൻ ഓർത്തെടുത്താ ഇപ്പൊ പബ്ജി ഓപ്പൺ ചെയ്ത് സ്നൈപ്പറും പിടിച്ച് വേൾഡ് ബുക്ക്. ഈ വണ്ടി നൈസ് വണ്ടിയാ. അത് റോഡിന് നൈസാണ്. പക്ഷെ കറങ്ങും തോന്നുന്നില്ലേ? കറങ്ങും. ആ ഫസ്റ്റ് 3 കയറി കിടക്കും. ഇതിൽ ഓഫ് റോഡ് ഉണ്ടോന്നൊന്നും അറിഞ്ഞൂടാ കേട്ടാ. ഓ ഇതില് ഓഫ് റോഡാ. അല്ല എനിക്ക് അറിഞ്ഞൂടാ, ഒരു പ്രിവ്യൂ ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു, എങ്ങനെ റോഡൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളുടെ 1500 കിലോമീറ്റർ ഒന്നും ഉണ്ടായിരുന്നു. ഇത് മോഡില്ല ഷോൾഡർ ഒക്കെ ചെയ്ത് മോഡ് ചെയ്തിട്ടുണ്ട്. മോഡുണ്ട്. ഇത് ഇറ്റാച്ച് ചെയ്തത് എടാ, നീയാ ചെയ്ത ഓർമ്മയില്ല ഇറ്റാച്ച്. ആ ശരിയാണ്. എടാ 100 കളി കളിച്ചിട്ട് ഒരു കളി ജയിച്ചാ ബോസ് ആണ് എങ്ങനെയാ ബെറ്റർ എന്നൊക്കെ പറയാതൊക്കെ പറ്റണേ. നിങ്ങളുടെ ബ്രസീലിൽ ആ വാണത്തിനെ തൂറി എറിഞ്ഞു കൊടുക്കണം അളിയാവന്. ഞാൻ തൂറി കൈയിട്ടരാ നീ എറിഞ്ഞി. എനിക്ക് എന്താടാ നീ അല്ലേ ക്രിക്കറ്റ് കളിച്ചോ നീ എറി. എന്തൊരു വർത്താനമൊക്കെ പറയണത്. റെഡി കൊടുക്കണ്ടോ? ഇല്ല അത് ലോഡാ. അല്ലെ നീ ഗ്ലൗ ഇട്ടില്ലല്ലേ? അല്ലല്ല ഇപ്പൊ ഇല്ല നല്ല ചൂടള്ളിയാ, അതുകൊണ്ട് ഇരുന്ന ഞാൻ ചാവും. ഞാൻ ചരിഞ്ഞിരിക്കുന്ന ഇങ്ങനെ. ഞാൻ മോഹൻലാൽ ഫാനാണേ. ഇത് നല്ല റോഡാന്ന് തോന്നുന്നു കേട്ടോ കസ്റ്റർ, എനിക്ക് അറിഞ്ഞൂടെ. റിവ്യൂ ഇല്ലായിരുന്നു. കാർ ഭയങ്കര സ്ലോ. അയ്യോ നല്ല റോഡാ. ഇല്ല വലിയ ദൂരമല്ല, 35-39 കിലോമീറ്റർ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ഇറ്റാച്ചി ആണ് സോയല്ല, സോയുണ്ട് ഇറ്റാച്ചി ഉണ്ട് ഗൈസ്. ടീമാ അഹങ്കാരല്ലേ ടീമാ? അഹങ്കാരല്ലേ എന്നാ? അയ്യോ ഇത് ഓഫ് റോഡ് ആണല്ലോ. ഇപ്പോഴത്തെ ഉള്ളൂ. ഞാൻ അവിടെ വെച്ചൊന്ന് ഒരു മരത്തിന് ഇടിച്ചായിരുന്നു. ഈ മരം മാറിയില്ലത്. പോയാ ആ മരം കറക്റ്റ് ആ മരത്തിൽ ഇടിച്ച്. ഞാൻ വരച്ചത് ഒടിഞ്ഞോളം മരമാണെന്ന്. എടാ എനിക്ക് ഇതില് പറ്റത്തില്ല. ഇടിച്ച് വേറൊരു വഴിക്ക് വിട്ടു കേട്ടാ ബ്രോ. ഇത് വണ്ടി തെന്നു. ഞാൻ ഇടിച്ചതൊന്നുമല്ല. ഇറ്റാച്ചി അതെല്ലാം പഠിക്കാം, എന്നാലേ ശരിയാവുള്ളൂ. വണ്ടി എല്ലാവരുടെ തെറ്റുന്നുണ്ട്. ഓ പക്ഷെ കഴിഞ്ഞ എന്റെ കയ്യിൽ നിന്ന് പോവണ്ട. വണ്ടി പോവാ. പഠിക്കണം, ആ നാക്ക് പഠിക്കണോളിയാ. ആ ശരിയാണല്ലേ, സോയൊക്കെ തെന്നുന്നുണ്ട്. ഹലോ ഇടിക്കല്ലേ. പടക്കപ്പലാണോടാ ഇടിക്കടാ. ഇവിടെ നിന്നാണ് എന്റെ കംബാക്ക്. ചേട്ടാ എന്റെ വണ്ടി ഇവിടെ പോയി. ഊമ്പിത്തരല്ലേ കാണിച്ചത് സോയി. അളിയാ എന്റെ വണ്ടി ബ്രേക്ക് കിട്ടില്ല. പെട്ടെന്ന് റിവേഴ്സ് അടിച്ചെടുക്ക്. ഞാൻ സ്ട്രീം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ കണ്ട് ഭിത്തിയിൽ ചേർന്നിരിക്കുന്നുണ്ട്. ഇല്ല അനങ്ങുന്നില്ല അളിയാ, വണ്ടി അനങ്ങുന്നില്ല. പോയി നിർത്തിട്ടേക്കാം. അങ്ങനെ റീസെറ്റ് ആക്കാം. ഇത് കാണുന്നില്ലേ? അയ്യോ സാധനം ആ ഗ്യാപ്പിൽ ഇടിച്ചിടാൻ നോക്കുന്ന എങ്ങനെ കാണി? റീവൈൻ ഒന്നും അടിച്ചിട്ട് വരുന്നില്ല ഗൈസ്. റീവൈൻ്റെ വർക്ക് ആവുന്നില്ല. റീസ്റ്റഡി
നീയും എല്ലാരും ഇടിച്ചിട്ട് നോക്കുന്നു അല്ല അങ്ങനെ ഇടിക്കാൻ പറ്റില്ലടാ. ഞാൻ നോക്കിയപ്പോ ഈകൾ മരണക്കിണറി ഓടിക്കുന്നുണ്ട്. ഞാൻ അല്ല ചില പട്ടിണി ശരിക്കും വണ്ടി അനങ്ങുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അനങ്ങത്തില്ല. അങ്ങനെ അർജുൻ നായർ ബ്രോ ഞാൻ എന്റെ സ്റ്റിയറിംഗ് തരാം. ഇവിടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നിൽക്കുക. അതെ അതെ ഞാൻ ഇപ്പൊ സ്ട്രീം ഇട്ട് തരാം. ഇത് നോക്ക് വണ്ടി അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ട് കാണിക്കണം. അത് റീവൈൻഡ് ആവൂല. 4 വട്ടേ റീവൈൻഡ് വരുള്ളൂ. ഞാൻ അത്യാവശ്യം നല്ല ഫ്രണ്ടിലായിരുന്നു. ഞാൻ എന്നിട്ട് റീവൈൻഡ് അടിച്ചടിച്ച് ആ റീവൈൻഡ് പോയി. അത് അനങ്ങണില്ല. അങ്ങനെ തന്നെ നിൽക്കുക. കിട്ടടി നമ്മള് പേടിയാണോ? അയ്യോ ഈകള് എനിക്കിത് AFK ആവത്തില്ലടാ. കാരണം വണ്ടി അനങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതാവത്തില്ല. അല്ല പക്ഷെ ഇതാ കിട്ടടി കുറ്റടിച്ചാലേ പറ്റുള്ളൂ അല്ല എനിക്ക്. അണ്ണാ എല്ലാരും അടിച്ച് ഈഗിൾ ഇറങ്ങാണ്ട് കിറ്റ് അടിച്ചാ പോവും. അണ്ണ AFK തന്നെ പോണം. ഇറങ്ങണം. മനസ്സിലായ? നിങ്ങൾ ഇനി എന്നെ ലീഡർ അല്ല എടാ ഞാൻ പറയട്ടെ, എക്സ്പോസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് എന്നെ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ഗെയിം കൊടുത്താൽ മതി. എക്സ്പോസ് ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് എന്നെ ക്ലിക്ക് ചെയ്യും. ഒരുമിച്ച് ഉണ്ടായിരുന്നോ? UK ഇട്ട UAE-ലോട്ടൊക്കെ വരും. വാ ഇട്.